ഇന്നത്തെ ചിന്താവിഷയം സത്യവും സ്വാതന്ത്ര്യവും. അന്ന് യേശുക്രിസ്തു അനേകർക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകി. ഇന്ന് നമുക്ക് പാപമില്ല എന്ന് നാം പറയുകയാണെങ്കിൽ അത് ആത്മവഞ്ചനയാണെന്ന് നമുക്കറിയാം. ആകയാൽ ഇന്ന് നമ്മൾ എന്ന രാജ്യം ജഡമോഹങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അതെ സ്നേഹിത, രോഗങ്ങൾ, കടഭാരങ്ങൾ, പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ നിത്യതയ്ക്ക് പോലും ഭീഷണിയായിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ പുറപ്പെടുന്ന ഭിന്നത, അസൂയ, ദുർനടപ്പ്, മദ്യപാനം, പക, പിണക്കം എന്നിവയിൽ നിന്ന് മോചനം നേടുമ്പോഴാണ് നമ്മൾ എന്ന ദൈവരാജ്യം സ്വതന്ത്രമാകുന്നത്. അതിന് നാം ക്രിസ്തുവിനെ അറിയണം. ക്രിസ്തുവിനെ അറിയണമെങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിക്കണം. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും എന്ന വചനം അനുസരിക്കണം. മാത്രമല്ല വചനത്തിൽ നിലനിൽക്കുകയും വേണം. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. യോഹന്നാൻ 8:31 എന്ന് യേശുക്രിസ്തു പറഞ്ഞത്.